ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉച്ചയൂണ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ബീൻസ് തോരൻ വെക്കാനുള്ള തീരുമാനത്തിൽ അതിനെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറി വെക്കാനുള്ള തീരുമാനത്തിൽ മുറിച്ചെങ്കിലും പിന്നീട് വറക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ലേശം നാരങ്ങനീരോട് ചേർത്തിട്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. നാരങ്ങനീര് ചേർത്താൽ നന്നായിട്ട് മുരിഞ്ഞ് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരക്കുകളൊന്നും ഇല്ലായിരുന്നതിൻ്റെ ഗ്യാസ് സ്റ്റവിൽ 3 പേരിപ്പം ബിസി ആയിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ചോറും, ഒരെണ്ണത്തിൽ മീൻ വറക്കാനും, ഒരെണ്ണത്തിൽ തോരനും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാകമായി വരുന്ന സമയത്തേക്ക് നമ്മുടെ പാത്രമൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാൻ നല്ല വിശപ്പുണ്ടേ. അപ്പോൾ ഇതാ കുത്തരി ചോറ് 2 തവി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീൻസ് തോരൻ അതേലും വെച്ചിട്ടുണ്ട്. കുറച്ച് 2 കഷ്ണം മീൻ വറുത്തതും. പിന്നെ രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും ഒരു കറിയായിട്ടുണ്ടായിരുന്നു. സാമ്പാറയിലും കുറച്ചെടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ മോര് കാച്ചിയതുണ്ടായിരുന്നു, അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറില്ലാത്തൊരു ഉച്ചയൂണിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് അച്ചാർ അത്രയും പ്രിയപ്പെട്ടതാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ വന്നിട്ട വെട്ടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു, അതേലും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇതൊക്കെയായിരുന്നു. ലാവിഷായിട്ട് ഉച്ചയൂണ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ.